Hi all, the real civil engineering മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈറ്റ് അളന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓട്ടോകാഡിൽ ആ പറയുന്ന അളന്ന ഡയമെൻഷൻസ് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓട്ടോകാഡിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കാണും. നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സൈറ്റിലെ ഡയമെൻഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്രീവിയസ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുക. കാരണം ഇതൊരു സിവിൽ ക്യാപ്സ്യൂൾ ആണ് നമ്മുടെ ചാനൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് പലരുടെയും നമ്മുടെ പണ്ടത്തെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് അളന്ന ഡയമെൻഷൻസ് ഓട്ടോകാഡിൽ വരയ്ക്കുക എന്നുള്ളത്. അതിന്റെ റിസൾട്ട് എന്നോണാണ് നമ്മൾ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മറക്കണ്ട, ഇത് സിവിൽ ക്യാപ്സ്യൂൾ ആണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ 3 കണ്ടീഷൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്ത ഒരു റെക്ടാംഗിൾ പ്ലോട്ട് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഉറപ്പാണ് അത് റെക്ടാംഗിൾ പ്ലോട്ട് ആണെങ്കിൽ നമുക്കറിയാം ഈസി ആയിട്ട് വരയ്ക്കാം അല്ലെ. നമുക്ക് 2 ഡയമെൻഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12 മീറ്റർ ബൈ 800 മീറ്റർ ആണ് ആ പറയുന്ന പ്ലോട്ട് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ L4 എൻ്റർ, L എടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ലൈൻ ഓപ്പൺ ആകും. ജസ്റ്റ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ F8 ഓൺ ആക്കിയാൽ സ്ട്രേറ്റ് ലൈൻ ആവും. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈൻ എടുത്തുകൊണ്ട് നമുക്ക് 12 മീറ്റർ ആണ്. ഞാനിപ്പോൾ ഡയമെൻഷൻ സെറ്റ് ചെയ്തത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ 12 മീറ്റർ എന്ന് പറഞ്ഞാൽ 12,000 വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സോറി 1200 വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ 1200 ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. ദെൻ മേലോട്ട് 800 ആണ്, അതായത് 8 മീറ്റർ ആണ്, മേലോട്ട് ടൈപ്പ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്ന അതേ പ്രൊസീജിയർ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ദെൻ ഇങ്ങോട്ട് മടക്കി ഇവിടെ വേണമെങ്കിൽ വീണ്ടും 800 ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സി എൻ്റർ എന്ന് കൊടുത്താൽ തുടങ്ങിയെടുത്ത് തന്നെ ക്ലോസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ പറയുന്ന ഒരു പ്ലോട്ട് നമ്മൾ വരച്ചെടുത്തു. നമുക്ക് ഈ വരച്ചെടുത്ത് ഒരു പോളിലൈൻ ആക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റണം. അതിനെ നമുക്ക് ഇതിപ്പോൾ റെക്ടാംഗിൾ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് REC എൻ്റർ, റെക്ടാംഗിളിന്റെ എന്താണ് REC എൻ്റർ ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു റെക്ടാംഗിൾ വരച്ചു കൊടുത്താൽ ഒരു ഒബ്ജക്റ്റ് ആയി അത്. ഓക്കെ, കണ്ടോ, ഒറ്റൊരു ഒബ്ജക്റ്റ് ആയി. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം AA എൻ്റർ അല്ലെ. AA എൻ്റർ കൊടുക്കുക, O എൻ്റർ കൊടുക്കുക. ഒബ്ജക്റ്റ് അല്ല നമുക്ക് വരയ്ക്കുന്നത്. അപ്പോൾ O എൻ്റർ കൊടുക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അടിയിൽ ഇതേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എത്ര M² ആണ് അറിയണമെങ്കിൽ നമുക്ക് ഈ തന്ന ഡയമെൻഷനിൽ 4 0 പിറകോട്ട് ഡെസിമൽ എടുക്കണം. അപ്പൊ 96 M² ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. 8 മീറ്റർ ബൈ 12 അല്ലെ, 96 M² ആണ് ഇതിന്റെ ഏരിയ. അപ്പൊ നമുക്ക് പ്ലോട്ട് ഏരിയ കണ്ടുപിടിക്കാനും സാധിച്ചു. അപ്പോൾ ഇത് ഒരു മെത്തേഡ്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഇറഗുലർ ഷേപ്പ് ആണെന്ന് വിചാരിക്കുക. പൊതുവെ എല്ലാ പ്ലോട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ റെക്ടാംഗുലർ ആണെന്ന് തോന്നിയാലും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടാവും അതിൽ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയഗണൽസ് പിടിക്കണം. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞാൽ നമ്മളൊരു പ്ലോട്ടിൽ ചെന്നു, ആ പ്ലോട്ടിന്റെ ഉള്ളിൽ വീടോ മറ്റു ബിൽഡിങ്ങുകളോ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള പ്ലോട്ടാണെന്ന് വിചാരിക്കാം. അത്തരം കണ്ടീഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ഡയമെൻഷൻസ് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിച്ച രണ്ടാമത്തെ കണ്ടീഷൻ പറയാണ്. ഔട്ടർ ഡയമെൻഷൻസ് പ്ലോട്ടിനെ ഞാൻ അളന്നെടുത്തു. ദെൻ ഇതാണ് പ്ലോട്ടിന്റെ ബൗണ്ടറീസ് കേട്ടോ. ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ടർ ഡയമെൻഷൻസ് നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അളന്നു പിടിച്ചു. അപ്പോൾ ഇതിപ്പോ ഒരു റെഗുലർ ഷേപ്പ് ആണ്. ദെൻ അവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല. അത്തരം കണ്ടീഷൻ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഡയഗണൽസ് 2 പിടിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡയഗണൽസ് നമ്മൾ പിടിച്ചു. നമ്മൾ വീട്ടിലേക്ക് എത്തി, നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് 1200 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് അല്ലെ. അപ്പൊ ഞാനൊരു ലൈൻ എടുത്ത് ഞാൻ 1200 എന്ന് പറയുന്ന ഡയമെൻഷൻ മാർക്ക് ചെയ്തു. ദെൻ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റ് ഈ പറയുന്ന ഈ കോർണർ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1300 ആണ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡയമെൻഷൻ. അതുപോലെ തന്നെ ഈ എൻഡിൽ നിന്ന് നമുക്ക് 1500 ആണ് എന്ത് ഈ പറയുന്ന ഡയഗണൽ. അതുകൊണ്ടാണ് ഡയഗണൽ പിടിച്ചല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പണ്ട് മുതലേ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെ ഇവിടെ ചൂസ് ചെയ്യാം. ഇപ്പോൾ 1300ഉം 1500 കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് 300 ആണ് അളവ്. അപ്പൊ നമുക്ക് ഒരു സർക്കിൾ എടുക്കുക, C എൻ്റർ കൊടുത്തിട്ട്
ഈ പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. റേഡിയസ് നമ്മൾ എന്താ 1300 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സർക്കിൾ സി എൻ്റർ ആണ്. ആ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ആർക്ക് വരയ്ക്കുന്ന പോലെ സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുള്ളൂ. നമ്മൾ 1300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു 1300 സർക്കിൾ വന്നിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്നുള്ള ഈ ഡയമെൻഷൻ 1500 ആണ് അല്ലെ. നമ്മൾ ഇവിടെ സി എൻ്റർ കൊടുത്ത് ഈ എൻഡിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് സെൻറ്റർ ചെയ്തിട്ട്. 1500 ആണ് ആ ഡയമെൻഷൻ അല്ലെ. 1500 ടൈപ്പ് ചെയ്ത് കൊടുത്തു. എങ്ങനെ സർക്കിൾ വരയ്ക്കേണ്ടതെന്നൊക്കെ പ്രീവിയസ് വീഡിയോയിൽ പഠിക്കണം. ജസ്റ്റ് സി എൻ്റർ കൊടുക്കുക, സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ സർക്കിൾ വലുതായി വരുന്നത് കാണാം. അതിൽ നമ്മൾ എത്രയാണോ ഡയമെൻഷൻ അതിന്റെ റേഡിയസ് നിങ്ങൾ കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ അവിടെ ആ സർക്കിൾ ഫിക്സ് ആയിക്കോളും. നമ്മൾ സർക്കിൾ വരച്ചപ്പോൾ ഒരു പോയിന്റ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഞാൻ ഈ പറയുന്ന പോയിന്റ് വരെ ലൈൻ വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പോയിന്റ് ഫിക്സ് ചെയ്തു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സർക്കിളാണ് സർക്കിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ആർക്ക് കട്ട് ചെയ്തത്. ഇനി അടുത്ത പോയിന്റ്, ഈ പോയിന്റ് ഫിക്സ് ചെയ്യാം. ഈ പോയിന്റ് ഫിക്സ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് 800 മീറ്റർ ഈ ലെങ്ത്, അതുപോലെ തന്നെ 16046 അല്ലെ, സോറി 1646 ഡയഗണലും ഉണ്ട്. ഡയഗണൽ എടുക്കണ്ട, നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഈ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്ത് അറിയാം. അതുകൊണ്ട് നമുക്ക് എന്താ ഈ പോയിന്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് 1200 ഈ പുതിയ പോയിന്റിൽ നിന്നും 800 ഈ പറയുന്ന പഴയ പോയിന്റിൽ നിന്നും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്കറിയാം സർവേയുടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താ, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ മിനിമം 2 റെഫറൻസ്, അതല്ലേ പ്രിൻസിപ്പിൾ സർവേയുടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ 2 റെഫറൻസ് പോയിന്റ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ 1200 സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1200 സർക്കിൾ വരയ്ക്കുകയാണ്. then അതുപോലെ തന്നെ ഈ അറ്റത്ത് നിന്ന് 800 സർക്കിൾ വരയ്ക്കുകയാണ്. ഈ അറ്റത്ത് നിന്ന് നമ്മൾ 800 സർക്കിൾ വരയ്ക്കുകയാണ്. 800 എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആയി. ഇതേ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്നാപ്പ് മോഡൊക്കെ ഓൺ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ വരച്ചു, ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഡയമെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ വരച്ചത് റെഡി ആണെന്ന് അറിയാൻ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡയഗണൽ ഉപയോഗിക്കാം. 1646 ആണ് ഈ ഡയഗണൽ അല്ലെ. നമുക്ക് ഇവിടുന്ന് ഈ ഡയഗണലൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാലോ. ഡയമെൻഷൻസിൽ നമുക്ക് അലൈൻഡ് ഡയമെൻഷൻസ് എടുക്കുക. അലൈൻഡ് ഡയമെൻഷൻസ് എടുത്ത് നമുക്കൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരികയാണ്. 1646 ആണ് നമുക്ക് ഈ പറയുന്ന ഡയമെൻഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കൃത്യമാണ്, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആ ഡയഗണൽ ഉപയോഗിക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് ബിൽഡിങ്ങുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ ഏറ്റവും ഈസി. നമ്മൾ ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ വളരെ കുറവ് വരുള്ളൂ. റെക്ടാങ്കിൾ ആണ് തോന്നിച്ചാലും റെക്ടാങ്കിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ പ്ലെയിൻ പ്ലോട്ട് ആണോ ഡയഗണൽസ് പിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ 4 കോർണർ മാത്രമല്ല, 5 or 6 കോർണേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം ഇങ്ങോട്ട് കണക്ട് ചെയ്ത് 2 പോയിന്റിൽ നിന്ന് റെഫറൻസ് എടുത്ത് കൊണ്ടുപോകുക. അപ്പോൾ ഈ പോയിന്റ് ഫിക്സ് ചെയ്ത് നമ്മൾ 2 അറ്റത്ത് നിന്ന് റെഫറൻസ് എടുത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് എടുത്ത് റെഫറൻസ് എടുക്കാം. അപ്പോൾ 2 റെഫറൻസ് പോയിന്റ് വേണം ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാന്നുള്ള കാര്യം മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്ലോട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ പ്ലെയിൻ പ്ലോട്ട് ആണെങ്കിൽ എങ്ങനെ ഓട്ടോകാഡിലെ ഡയമെൻഷൻസ് വരയ്ക്കാന്ന് ക്ലിയർ ആയി. ഇത് നമുക്ക് ഇറഗുലർ ഷേപ്പ് ആണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ഒബ്ജക്റ്റ് ആക്കണം. ഈ ഒബ്ജക്റ്റ് ആക്കാനായിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് പോളിലൈൻ എടുത്തുകൊണ്ട് വരയ്ക്കാം. PL എൻ്റർ അറിയാവുന്നല്ലേ, പോളിലൈൻ PL എൻ്റർ കൊടുത്തു. ജസ്റ്റ് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചു. ഒബ്ജക്റ്റ് ക്ലോസ്ഡ് പോളി C എൻ്റർ കേട്ടോ. C എൻ്റർ അവസാനിപ്പിക്കേണ്ട C എൻ്ററിലാണ്. C എൻ്റർ കൊടുത്താൽ ക്ലോസ്ഡ് പോളി ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ കണ്ടുപിടിക്കേണ്ട A എൻ്റർ O എൻ്റർ ദെൻ സെലക്ട് ഒബ്ജക്റ്റ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ പോളിലൈൻ എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരയ്ക്കണ്ടേ, അപ്പോൾ അതിനൊക്കെ സമയം പോകും. കുറച്ചും കൂടി സ്പീഡ് ആവാനായിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞുതരാം. ബൗണ്ടറി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് കമന്റ് എഴുതി വെച്ചോളൂ കേട്ടോ. BO ബൗണ്ടറിയുടെ BO എൻ്റർ കൊടുക്കുക. ഓക്കെ, BO എൻ്റർ കൊടുത്തൊരു ബോക്സ് വരും. അതിലിത് ഒബ്ജക്റ്റ് ടൈപ്പ് പോളിലൈൻ ഒക്കെ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് BO എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റീജിയൻ്റെ ഉള്ളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. BO എൻ്റർ കൊടുത്ത് നമ്മുടെ ഈ പറയുന്ന ഓക്കെ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന റീജിയൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുകയാണ്. ഒറ്റ ഒബ്ജക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. BO എൻ്റർ കൊടുക്കുക. അവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും, ബൗണ്ടറി ക്രിയേഷൻ എന്നുള്ളത്. ജസ്റ്റ് അത് ഓക്കെ കൊടുത്താൽ മതി. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ റീജിയൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരച്ച പറയുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റിന്റെ റീജിയൻ സെലക്ട് ആയിട്ടുണ്ട്.
ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അത് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടത്. അങ്ങനെ ബൗണ്ടറി വെച്ചിട്ട് നമുക്ക് അത് എൻ്റെ പോളിലൈൻ വരയ്ക്കാതെ തന്നെ എളുപ്പത്തിൽ വരയ്ക്കാം. ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പോളിലൈൻ, അതിൻ്റെ ഉൾഭാഗത്തെ നമുക്ക് റീജിയൻ ആയിട്ട് ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിലൊക്കെ നമുക്ക് ബൗണ്ടറി എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. BO എൻ്റർ കേട്ടോ, ഒന്നുകൂടി പറയാണ് BO എൻ്റർ. ഓക്കെ കൊടുക്കാം, റീജിയൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക, എന്തായാലും ഒറ്റ ഒബ്ജക്റ്റ് ആയി മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് 2 കണ്ടീഷൻസ്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷനാണ് എന്ത്, ഒരു ബിൽഡിങ്, അതിനുള്ളിൽ ബിൽഡിങ്ങോ മറ്റെന്തെങ്കിലും ഒരു ഒബ്ജക്ട്സോ സെന്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗണൽസ് പിടിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇറഗുലർ ഷേപ്പും ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട മെത്തേഡാണ് അടുത്തത് പറയുന്നത്. ഇവിടെ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട് നമുക്ക് നിലവിൽ അല്ലെ, ആ ബിൽഡിംഗ് ഉണ്ട്, നിലവിലൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നമ്മൾ ആദ്യം വേണ്ടത് ആ പ്ലോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ ഔട്ടർ ഡയമെൻഷൻസ് പിടിക്കുക, അത് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുക. അതായത് ബിൽഡിങ്ങിന്റെ ഈ ഡയമെൻഷൻ ഒക്കെ പിടിച്ചു, നമ്മളത് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം ബിൽഡിങ്ങിന്റെ കോർണറൊക്കെ ഇപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും, അപ്പൊ അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പൊ ഇതിന്റെ ചുറ്റും നമ്മൾ മൊത്തം പിടിച്ചതിന് ശേഷം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോകാഡിൽ വരയ്ക്കാം നമുക്ക്. അപ്പൊ ബിൽഡിംഗ് നമ്മൾ ആദ്യം വരച്ചു. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡയഗണൽ മെത്തേഡ് അല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിൽഡിങ്ങിൽ നിന്ന് നമ്മളെ പ്ലോട്ടിലേക്കുള്ള ഓഫ്സെറ്റുകൾ എടുത്തിട്ട് നമ്മൾ പ്ലോട്ട് വരയ്ക്കുന്ന മെത്തേഡാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ കട്ടിങ്ങുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കട്ടിങ് ഇല്ല, എന്തായാലും ആയിട്ടെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡിങ്ങിൽ നിന്ന് പ്ലോട്ടിന്റെ എൻഡിലേക്ക് ഓഫ്സെറ്റുകൾ എടുക്കുക. അപ്പൊ എല്ലാ കോർണറിൽ നിന്ന് കിട്ടാവുന്ന ഓഫ്സെറ്റുകൾ മൊത്തം എടുത്ത് പോരുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓഫ്സെറ്റ് എടുക്കാം, സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൃത്യമായിട്ട് ലൈനിൽ നിന്നുകൊണ്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ടേപ്പ് ആകുമ്പോൾ തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഡിജിറ്റൽ EDM ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നുകൂടി സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ സഹായിക്കും. അല്ലെങ്കിൽ ഇതിൽ ലേസർ ടോർച്ച് പോലത്തെ എന്തെങ്കിലും കൈ പിടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കത് പോയിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടാപ്പ് കൊണ്ട് പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ അത് ചെയ്തേക്കുക, ചെറിയരുത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫ്സെറ്റ് നമ്മൾ പിടിച്ചു 200 കിട്ടി, ഇവിടുന്ന് 500 കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും അളവുകൾ കിട്ടി. ഇതുപോലെ തന്നെ എല്ലാ കോർണേഴ്സും നമ്മൾ പിടിക്കാം. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തു, എല്ലാ ബൗണ്ടറിയും പിടിച്ചു. ഇപ്പം ഇവിടെ ഈ ഒരു കോർണർ ഉണ്ട്, ഈ കോർണർ നമുക്ക് ഡയമെൻഷൻസ് അറിയാം. ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഉണ്ട്, എന്താ, ഈ പറയുന്ന ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് വരെ ഇങ്ങനെയും പിടിക്കാം നമുക്ക്. ഓക്കെ, കേട്ടോ, ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൂടി നമുക്ക് കിട്ടും. ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു കോർണർ അവിടെ ഉണ്ടായിരുന്നു, അതിലേക്ക് കൂടി വേണമെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ് പിടിക്കാം. അത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ 2 ഡയമെൻഷൻസ് അറിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 2 റഫറൻസ് ഡയമെൻഷൻസ് ഉണ്ടായാൽ മതി ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് ഉള്ള പ്ലോട്ടിലാണ് വന്നിരുന്നെങ്കിൽ ബിൽഡിങ്ങിന്റെ ഔട്ടർ മൊത്തം നമ്മൾ അളന്ന് പിടിക്കുക, നമ്മൾ ഓട്ടോകാഡിൽ വരയ്ക്കുക. ഓക്കെ, അത് ഏതാണ് ബിൽഡിങ്ങിന്റെ ഷേപ്പ് അതുപോലെ വരയ്ക്കുക. ശേഷം നമ്മൾ ബൗണ്ടറിയുടെ എല്ലാ ചുറ്റും നമ്മൾ അളന്നിരിക്കണം. അതുപോലെ തന്നെ വീടിന്റെ ഓരോ കോർണറിൽ നിന്നും കിട്ടാവുന്ന അത്രയും പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഡയമെൻഷൻ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുമെങ്കിൽ എടുത്തു വെക്കാം. കാരണം നമുക്ക് വരച്ചത് റെഡിയാണോ ചെക്ക് ചെയ്യാനൊക്കെ നമുക്കത് ഉപകരിക്കും. കണ്ടോ, ഇങ്ങനെയുള്ള ഡയമെൻഷൻസ് ഒക്കെ അറിയാൻ നല്ലതാണ്. നമുക്ക് പോയിന്റ് ഒന്നുകൂടിയും എത്രത്തോളം റെഫറൻസ് പോയിന്റുകൾ വരുന്നു അത്രത്തോളം നമുക്ക് അത് ഡിഫൈൻഡ് ആവും, ആ പറയുന്ന ഒരു പോയിന്റ്, അതായത് ഫിക്സ് ആവും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാന്ന് വിചാരിച്ചാൽ ബിൽഡിംഗ് വരച്ചു, നമ്മളൊരു കോർണറിൽ നിന്ന് വരയ്ക്കുകയാണ്. 200 ഇവിടെ ഓഫ്സെറ്റ്, ഇവിടെ 600 അല്ലെ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈൻ എടുത്തുകൊണ്ട് L4 ലൈൻ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ട്രെയിറ്റ് ആണ്, അപ്പോൾ F8 ഓൺ ആക്കുക, 200 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇവിടെ 600 കാണിച്ചത്, അപ്പോൾ 600 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അതെ, ഈ പറയുന്ന ഇൻക്ലൈൻഡ് ലൈൻ നമുക്ക് കിട്ടി. ഇനി ഈ അറ്റത്ത് നമുക്ക് 500ഉം 300 അളവുകൾ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കോർണറിൽ നമ്മൾ 500 സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, 500 വരച്ചു, എൻ്റർ കൊടുത്തു. ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടത് 300. ദെൻ ഇവ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വേറെ കട്ടിങ്ങുകളൊന്നും ഇല്ല, അതിന്റെ അർത്ഥം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഡയമെൻഷൻസിൽ ഇംഗ്ലണ്ട് ഡയമെൻഷൻ എടുത്തുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം, അളവ് കറക്റ്റ് തന്നെയാണെന്ന്. 539 കാണിക്കുന്നത്, 538. ചിലപ്പോൾ പിക്കിങ്ങിലുള്ള വല്ല ചെറിയ അറിവുകളായിരിക്കാം, ചിലപ്പോൾ ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, നമ്മൾ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ മൈന്യൂട്ട് നമ്മൾ സൂം ചെയ്യാതെ ചെയ്യുമ്പോൾ വരുന്നതാണ് ചെറിയ സെന്റിമീറ്ററിന്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബിൽഡിങ്ങിന്റെ ഈ എൻഡ് വേണം അല്ലെ. 300 ഈ 200 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബിൽഡിങ്ങിൽ ജസ്റ്റ് 200ന്റെ ലൈൻ വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പിടിക്കുമ്പോഴും അതേ സ്ട്രെയിറ്റ് ലൈൻ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 200, ഇവിടെ 300, ഇവിടെ 300, ഈ എൻഡുകളിലൊക്കെ 300 ഡയമെൻഷൻസ് കാണുന്നത്.
ബിൽഡിങ്ങിൽ നിന്നുള്ള മതിലുമേക്കുള്ള ഡയമെൻഷൻസ് ആണ് ഈ വരയ്ക്കുന്നത് കേട്ടോ. 300 നമ്മൾ നോക്കുക, ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞ് ഈ പോയിന്റിലേക്കാണ് ചെരിവ്, അത് കഴിഞ്ഞ് ഇത് ഇതിലേക്കാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ജസ്റ്റ് ലൈൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഫ്രണ്ട് പോർഷൻ ഉണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇവിടെ 300, ഇവിടെ 450, ഇവിടെ 600, ഇവിടെ 450 പിന്നെ ഇവിടെ 700 ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് എന്തൊക്കെ പിടിക്കാം? ഇവിടെ 450 പിടിച്ചു. അതുപോലെ തന്നെ ഒരു 700 ഉണ്ട്. 700 നമുക്ക് സർക്കിളായിട്ട് വരച്ചു നോക്കാം. ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു 700ന്റെ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് ഈ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. പക്ഷെ ആ ലാസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്യാൻ നമുക്ക് റെഫറൻസ് ആയിട്ടില്ല അല്ലേ? സർക്കിൾ വരച്ചാലും ഒരു പോയിന്റ് കൂടി വേണം നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്തൊരു ഓപ്ഷൻ? നമുക്ക് ഇവിടുന്ന് 500 ആണെന്ന് അറിയാം അല്ലെ? ഈ പോയിന്റ് 500 ആണെന്ന് അറിയാം. അപ്പം എളുപ്പമായി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 500 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടുന്ന് ഒരു 500ന്റെ സർക്കിൾ വരച്ചാൽ മതി. അടുത്ത പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടി. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതിനാണ് മാക്സിമം പോയിന്റ്സ് എടുക്കാൻ പറയുന്നത്. നമുക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 502 ഈ ഡയമെൻഷൻ. നമുക്ക് എത്ര കിട്ടിയില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്ട്രാ ഒരു ഡയമെൻഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ചെക്കിങ്ങിന് ഉപയോഗിച്ച് നോക്കാം. 502 കറക്റ്റ് ആണ്. 502 ഡയമെൻഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉള്ള കേസിൽ എങ്ങനെ നമുക്ക് ഈ പറയുന്നത് വരയ്ക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടി നമുക്ക് അല്ലേ? കൃത്യമായിട്ട് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ എന്തായി? പ്ലോട്ടായി. ഞാൻ പറഞ്ഞ മാതിരി അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ BO എൻ്റർ കൊടുക്കുക. BO എൻ്റർ കൊടുക്കുക. BO എൻ്റർ കേട്ടോ. BO എൻ്റർ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. സെന്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ കൊടുക്കുക. ലെഫ്റ്റ് ഒബ്ജക്റ്റ് ആയി. ഏരിയ കണ്ടുപിടിക്കാൻ A എൻ്റർ, O എൻ്റർ, സെലക്ട് ഒബ്ജക്റ്റ്. ഇതേ താഴെ ഏരിയ കാണിക്കുന്നുണ്ട്. തൊട്ടടിയിൽ താഴെ ഏരിയ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ കണ്ടീഷൻസിലൂടെയാണ് നമ്മൾ ഇപ്പോഴും സൈറ്റിൽ ചിലപ്പോൾ അളക്കേണ്ടി വരിക. അപ്പോൾ അളക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് മെഷർമെന്റ് ചെയ്യേണ്ടത് ഐഡിയ കിട്ടി. എപ്പോഴും സർവേ ചെയ്യുമ്പോൾ സർവേയുടെ പ്രിൻസിപ്പിൾ ആലോചിച്ച് നോക്കുക. എന്താണ് ഒരു പോയിന്റ്, അതായത് മാക്സിമം ട്രയാങ്കുലേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യും മിനിമം 2 റെഫറൻസ് ഇതെങ്കിലും വേണം. അതായത് ആംഗിൾ ആവാം, ലീനിയർ മെഷർമെന്റ് ആവാം, അല്ലെങ്കിൽ ലെവൽ നമുക്ക് ആവശ്യമില്ല ഇതിൽ. ഓക്കെ, സർവേ ചെയ്യുമ്പോൾ. അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു 3 കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ വരാറ്. ഇനി കർവ്ഡൊക്കെ വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കർവ്ഡ് കണ്ടീഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ പരമാവധി അതിനെ സെഗ്മെന്റുകളാക്കി മാറ്റി നിങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിന്റ് ഇല്ല, ഇവിടെ സ്ട്രെയിറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഒരു കണ്ടീഷനോട് ഞാൻ പറയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു കോർണർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡയമെൻഷൻ കൃത്യമായിട്ട് ഇതൊന്ന് പിടിക്കുക. ഈ ഡയമെൻഷൻ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻ നമ്മളിവിടെ പിടിക്കുക. അതിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നമ്മൾ അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ് ഏതാണെങ്കിൽ അവിടെ നമ്മൾ ചോക്കോട് ഒന്ന് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ ഡയമെൻഷൻസ് പിടിക്കാനൊക്കെ സഹായകമാകും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവ്വം പ്ലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പലർക്കും വരുന്നൊരു പ്രശ്നമാണ് പ്ലോട്ട് അളന്നെടുത്തതിന് ശേഷം ഓട്ടോകാഡിൽ വരയ്ക്കുമ്പോൾ പല എററുകൾ വന്ന് ഡയമെൻഷൻസ് മാറി പോകാറുണ്ട്. ഇതാകുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. എപ്പോഴും ഡയഗണൽസ് പിടിക്കാൻ നോക്കുക. ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിൽഡിംഗിൽ നിന്നുള്ള ഓഫ്സെറ്റ് പിടിക്കാൻ നോക്കുക. ഇനി കാലി പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ഡയഗണൽസ് പിടിച്ചുകൊണ്ട് നമുക്ക് അളക്കാം. പിന്നെ പറ്റാവുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ ബൗണ്ടറീസ് എല്ലാം പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തോടോ കുളമോ മറ്റുള്ള ബൗണ്ടറി കടക്കാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡയമെൻഷൻസ് ഒന്നും നമുക്ക് ആവശ്യം വന്നില്ല വരയ്ക്കാനായിട്ട്. കാരണം ഇവിടുന്ന് ഓഫ്സെറ്റ് എടുത്തുകൊണ്ട് വരയ്ക്കാൻ സാധിച്ചു പറ്റി. ഇനി ഡയമെൻഷൻസ് ഔട്ടർ ഡയമെൻഷൻസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോകാഡിൽ സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വരയ്ക്കുക. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൈറ്റിൽ നിന്ന് പോരുമ്പോൾ എവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റ് എങ്കിൽ ആ പോസ്റ്റിന്റെ നമ്പർ നോട്ട് ചെയ്ത് പോകണം. അത് എവിടെയാണെങ്കിലും നമ്മൾ കറക്റ്റ് പച്ച കളർ ഉപയോഗിച്ചുകൊണ്ട് പ്ലോട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചുറ്റോറും ആരൊക്കെയാണ് ബൗണ്ടറീസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സൈറ്റ് പ്ലാൻ ഒരു വീടിന്റെ സൈറ്റ് പ്ലാൻ എങ്ങനെ വരയ്ക്കണം എന്നുള്ള അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്ലോട്ട് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഓട്ടോകാഡിൽ വരയ്ക്കുക എന്നുള്ളത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ആവശ്യം ഒന്ന് അർഹതപ്പെടുന്ന ആളുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.